ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോദശോധ്യായം 43-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. സൂത ഉവാച നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രജക്രമേ. വിദുര ഉവാച കേദേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാന്വവായേ പ്രഖ്യാതാ കുത്ര വാ സത്രമാസത മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയാ യോഗഃ പരിചര്യാ വിധിർഹരേ. സ്വധർമ്മശീലൈഃ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിതഃ കില. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേനാചഷ്ടുമർഹസി. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോൽക്കലഃ പുത്രഃ പിതരി പ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛദ് അധിരാജാസനം പിതുഃ സ ജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശനഃ ദദർശലോകേ വിതതമാത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദം അനുസന്തതം അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷത. ജഡാന്ധബധിരോന്മത്തമൂകാകൃതിരതന്മതിഃ ലക്ഷിതഃ പഥിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാഃ സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രുർ യവീയാം സംഭ്രമേ സുതം. സ്വർവീഥിർവത്സരസ്യേഷ്ടാ ഭാര്യാസൂദഷഡാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ച ഇഷമൂർജം വസും ജയം. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷാച ദ്വേ ബഭൂവധുഃ പ്രാതർമധ്യന്ദിനം സായമിതി ഹ്യാസൻ പ്രഭാസുതാ. പ്രദോഷോ നിശിഥോ വ്യുഷ്ട ഇതി ദോഷാസുതാസ്ത്രയഃ വ്യുഷ്ടസുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ സജക്ഷു സുതമാകുത്യാം പത്ന്യാം മനുമവാപഹ മനോരസൂതമഹിഷി വിരജാന്നഡ്വലാസുതാൻ പുരും കുൽസം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമദീരാത്രം പ്രദ്യുമ്നം ശിബിമുൽമുഖം ഉൽമുഖോ ജനയൽ പുത്രാൻ പുഷ്കരിണ്യാം ഷഡുത്തമാൻ അംഗം സുമനസംഖ്യാദിം കൃതമംഗിരസം ഗയം സുനീതാംഗസ്യയാ പത്നി സുഷുവേവേനമുദ്ബണം യദ്ദൗശീല്യാത് സ്രാജർഷിർനിർവിണ്ണോ നിരഗാത് പുരാത്. യമംഗശേപു കുപിതാ വാഗ്വജ്രാമുനയ കില ഗദാസോസ്തസ്യ ഭൂയാസ്തേ മമന്ധുർ ദക്ഷിണം കരം അരാജകേ തദാ ലോകേ ദസ്യുഭിഃ പീഡിതാഃ പ്രജാഃ ജാതോ നാരായണാംശേന പൃഥുരാദ്യക്ഷിതീശ്വരഃ. വിദുര ഉവാച തസ്യ ശീലനിധേ സാധോർബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥമഭൂദ്ദുഷ്ടാ പ്രജാ യദ്വിമനായയൗ കിം വാംഹോവേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ ധർമ്മകോവിദാ. നാവധ്യേയ പ്രജാപാലഃ പ്രജാഭിരഘവാനപി യദസൗ ലോകപാലാനാം ബിഭർത്യോജസ്വതേജസാ. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീതാത്മജചേഷ്ടിതം ശ്രദ്ധധാനായ ഭക്തായ ത്വം പരാവരവിത്തമഃ. മൈത്രേയ ഉവാച അംഗോശ്വമേധം രാജർഷിർരാജഹാരമഹാക്രതും നാജഗ്മുർദേവതാസ്തസ്മിന്നാഹൂത ബ്രഹ്മവാദിഭിഃ തമൂചുർവിസ്തിതാസ്തത്ര യജമാനമഥർദ്വിജഃ ഹവീംഷി ഹൂയമാനാനി ന തേ ഗൃഹ്ണന്തി ദേവതാഃ രാജൻ ഹവീംഷ്യ ദുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി തേ ഛന്ദാംസ്യയാതയാമാനി യോജിതാനി ധൃതവ്രതൈഃ. ന വിദാമഹേ ദേവാനാം ഹേളനം വയമണ്വപി യന്ന ഗൃഹ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാഃ കർമ്മസാക്ഷിണഃ. മൈത്രേയ ഉവാച അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനസുദുർമനാഃ തൽപ്രഷ്ടും വ്യസൃജദ്വാചം സദസ്യാം സ്തദനുജ്ഞേയ നാഗച്ഛന്ത്യാഹുത ദേവാ ന ഗൃഹ്ണന്തി ഗ്രഹാനിഹ സദസസ്പതയോ ബ്രൂത കിമവദ്യം മയാ കൃതം. സദസസ്പതയ ഊജുഃ നരദേവേഹ ഭവതോ നാഘം താവന്മനാക് സ്ഥിതം അസ്തേകം പ്രാക്തനമഖം യദി ഹേ ദൃക്ത്വമപ്രജഃ.
തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം കുരു ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക് തഥാ സ്വഭാഗധേയാനി ഗ്രഹിഷ്യന്തി ദിവൗകസഃ യത് യജ്ഞപുരുഷഃ സാക്ഷാത് അപത്യായ ഹരിർവൃതഃ താംസ്താൻ കാമാൻ ഹരിർദദ്യാദ്യാൻ യാൻ കാമയത്തെ ജനഃ ആരാധിതോ യഥൈവൈഷ തഥാ പുംസാം ഫലോദയഃ ഇതി വ്യവസിതാ വിപ്രാസ്തസ്യ രാജ്ഞഃ പ്രജാതയേ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഹേമമാല്യമലാംബര ഹിരണ്മയേന പാത്രേണ സിദ്ധമാദായ പായസം ന വിപ്രാനുമതോ രാജാ ഗൃഹീത്വാഞ്ജലിനൗദനം അവഘ്രായ മുദാ യുക്തഃ പ്രാദാത് പത്ന്യുദാരധീ സ തത്പുംസവനം രാജ്ഞി പ്രാശ്യ വൈ പ്രത്യുരാദധേ ഗർഭം കാല ഉപാവൃത്തെ കുമാരം സുഷവേ പ്രജാ സ ബാല ഏവ പുരുഷോ മാതാമഹമനുവ്രതഃ അധർമാംശോദ്ഭവം മൃത്യും തേനാഭവം അധാർമികഃ സ ശരാസന ഉദ്യമ്യ മൃഗയുർവനഗോചരഃ ഹന്ത്യസാധുർമൃഗാൻഡീനാൻ വേനോസാവിത്യര ഉജ്ജനഃ ആക്രീഡേ ക്രീഡതോ ബാലാൻ വയസ്യാനതിദാരുണഃ പ്രസഹ്യ നിരനുക്രോശഃ പശുമാരമമാരയത്. ഇതാണ് 41ാമത്തെ ശ്ലോകം. ഈ 42 നമുക്ക് എടുക്കേണ്ടത്. തം വിചക്ഷ്യ ഖലം പുത്രം ശാസനൈർവിവിധൈർനൃപഃ യദാ ന ശാസിതും കൽപ്പോ ഭൃശമാസീത് സുദുർമനാഃ. നൂടിച്ചെല്ലാം. തം വിചക്ഷ്യ ഖലം പുത്രം ശാസനൈർവിവിധൈർനൃപഃ യദാ ന ശാസിതും കൽപ്പോ ഭൃശമാസീത് സുദുർമനാഃ. അപ്പോൾ ഇവിടെ രാജാവ് ആ പുത്രനെ ദുഷ്ടനാണെന്ന് കണ്ടിട്ട്, വേനനെ ദുഷ്ടനാണെന്ന് കണ്ടിട്ട് പലവിധം ശാസനകളാൽ അടക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ അതിനൊന്നും പ്രാപ്തനായില്ല. അങ്ങനെ വല്ലാതെ മനസ്സ് വേദനിച്ചു, നൊന്തവനായിട്ട് തീർന്നു എന്ന്. അതാണ് ഇതിലിപ്പോൾ തം വിചക്ഷ്യ ഖലം പുത്രം, ആ ദുഷ്ടനായിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് ശാസനൈർ വിവിധൈർനൃപ, വിവിധ വിധത്തിൽ ശാസിച്ചൊക്കെ നോക്കിയിട്ട് യഥാന ശാസിത്തും കൽപ്പോ, അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് കണ്ടിട്ട്, അത് കൊണ്ട് അവൻ വേണ്ട വിധത്തിലാവില്ല എന്ന് കണ്ടിട്ട് ഭൃശമാസീത് സുദുർമനാഃ, വല്ലാതെ ആസീത് സുദുർമനാഃ, മനസ്സ് സ്വന്തവനായിട്ട് തീർന്നു. ആസീത് മനസ്സ് സ്വന്തവനായിട്ട് തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം. നൃപഃ രാജാവ്, തം പുത്രം ആ പുത്രനെ, ഖലം ദുഷ്ടനാണെന്ന്, വിചക്ഷ്യ കണ്ടിട്ട്, വിവിധൈഹി പലവിധം, ശാസനൈഹി ശാസനകളാൽ, ശാസിത്തും അടക്കുവാൻ, അടക്കി നിർത്താൻ, യഥാ എപ്പോൾ, ന കൽപ്പഃ അപ്രാപ്തനായോ അപ്പോൾ, ഭൃശം വല്ലാതെ, സുദുർമനാഃ മനസ്സ് സ്വന്തവനായിട്ട്, ആസീത് തീർന്നു അർത്ഥം. എന്നുകൂടി പറയാം. നൃപഃ രാജാവ്, തം പുത്രം ആ പുത്രനെ, ഖലം ദുഷ്ടനാണെന്ന്, വിചക്ഷ്യ കണ്ടിട്ട്, വിവിധൈഹി പലവിധം, ശാസനൈഹി ശാസനകളാൽ, ശാസിത്തും അടക്കുവാൻ, യഥാ എപ്പോൾ, ന കൽപ്പഃ അപ്രാപ്തനായോ അപ്പോൾ, ഭൃശം വല്ലാതെ, സുദുർമനാഃ മനസ്സ് സ്വന്തവനായിട്ട്, ആസീത് ഭവിച്ചു. അപ്പോൾ അത് തന്വയം വന്നിട്ട് നൃപഃ തം പുത്രം ഖലം വിചക്ഷ്യ വിവിധൈഹി ശാസനൈഹി ശാസിത്തും യഥാ ന കൽപ്പഃ ഭൃശം സുദുർമനാഃ ആസീത്. ഒന്നുകൂടി പറയാം. നൃപഃ തം പുത്രം ഖലം വിചക്ഷ്യ വിവിധൈഹി ശാസനൈഹി ശാസിത്തും യഥാ ന കൽപ്പഃ ഭൃശം സുദുർമനാഃ ആസീത്. രാജാവ് ആ പുത്രനെ ദുഷ്ടനാണെന്ന് കണ്ടിട്ട് പലവിധം ശാസനകളാൽ അടക്കുവാൻ, ശാസിച്ച് അടക്കുവാൻ വേണ്ടിയിട്ട് എപ്പോൾ അപ്രാപ്തനായോ, വല്ലാത്ത ഒരു മനസ്സ് നൊന്തവനായിട്ട് ആ രാജാവ് തീർന്നു എന്നർത്ഥം. ആസീത് ഭവിച്ചു എന്നർത്ഥം.
അപ്പോൾ ആ കളിസ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ച് കളിക്കുന്ന ചങ്ങാതിമാരെ ആ വേനൻ അതിക്രൂരനും ദയയില്ലാത്തവനുമായിരിക്കുന്ന ആ വേനൻ ബാലൻ ബലാത്കാരമായി പിടിച്ചിട്ട് യജ്ഞപശുക്കളെ കൊല്ലുന്നത് പോലെ കഴുത്ത് ഞെരിച്ച് കൊന്നു. പരസ്പരം കൊല്ലിക്കുകയും ചെയ്തു. മകൻ ദുഷ്ടസ്വഭാവിയാണെന്ന് കണ്ടറിഞ്ഞ രാജാവ് പുത്രനെ പല പ്രകാരത്തിലും ശാസിച്ചു. ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ വ്യാകുലപ്പെട്ടു ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഉദ്യാനത്തിലും മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന ആ തുല്യപ്രായമുള്ള ബാലന്മാരെ അതിക്രൂരമായി ഒട്ടും ദയവില്ലാതെ ആ മൃഗങ്ങളെ എന്നോണം അവൻ ബലാൽ കൊന്നു. അങ്ങനെ ദുഷ്ടനായിരിക്കുന്ന പുത്രനെ രാജാവ് പല പ്രകാരത്തിൽ ശാസിച്ചു നോക്കിയിട്ടും നിയന്ത്രിക്കാൻ അശക്തനായി, ഏറെ ദുഃഖിതനായി. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കാം. സുപുത്രൻ പ്രാണികളെ ഉപദ്രവിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് ആ രാജാവ് പലവിധത്തിൽ ശാസിച്ചിട്ടും അവനെ അസന്മാർഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ലെന്ന് വിശ്വാസം വന്നപ്പോൾ അദ്ദേഹം നന്നേ പരിതപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ പറഞ്ഞു, സവേനഹ, ആ വേനൻ ക്രീഡാകാലെ കളിക്കുന്ന സമയത്ത് വയസ്യാൻ സമപ്രായത്തിലുള്ള ആ ബാലാൻ പശൂനിവ, പശുക്കളെ പോലെ മാരയാമാസ, കൊന്നു. രാജാ ദുഷ്ടം പുത്രം വീക്ഷ്യ, ആ രാജാവ് ഈ ദുഷ്ടനായിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് തസ്യ ശിക്ഷാം കർത്തും അസമർത്ഥ, അവനെ പഠിപ്പിക്കാനൊക്കെ അടക്കാനൊക്കെ ശാസിച്ചടക്കാനൊക്കെ നോക്കിയിട്ട് അതിൽ അസമർത്ഥനായിട്ട് ഭവിച്ചു. സഞ്ജഗാത എന്നിട്ട് പറഞ്ഞു, സഞ്ജഗാത ഒന്നുകൂടി പറയാൻ, രാജാ ദുഷ്ടം പുത്രം വീക്ഷ്യ, രാജാവ് ദുഷ്ടനായിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് തസ്യ ശിക്ഷാം കർത്തും അസമർത്ഥ, അവനെ നേരെയാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിൽ അസമർത്ഥനായിട്ട് സഞ്ജഗാത പറഞ്ഞു. അപ്പോൾ ഏന ദുഷ്ടപുത്രേണ രാജാ ദുഷ്ടം പുത്രം വീക്ഷ്യ തസ്യ ശിക്ഷാം കർത്തും അസമർത്ഥ സഞ്ജഗാത എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 42-ാമത്തെ ശ്ലോകം, 43-ാമത്തെ ശ്ലോകം. പ്രായേണാഭ്യർച്ചിതോ ദേവോ യേ പ്രജാഗൃഹമേധിനഃ കദപത്യഭൃതം ദുഃഖം യേന വിന്ദന്തി ദുർഭരം. പ്രായേണാഭ്യർച്ചിതോ ദേവോ യേ പ്രജാഗൃഹമേധിനഃ കദപത്യഭൃതം ദുഃഖം യേന ന വിന്ദന്തി ദുർഭരം. പുത്രൻ ഇല്ലാത്ത ആയിരിക്കുന്ന ഗൃഹസ്ഥൻ, അവരാൽ മിക്കവാറും ആ ഈശ്വരൻ ആരാധിക്കപ്പെടുന്നവനാണ്. അപ്പോൾ അവർ ഒരു ദുഷിച്ച സന്താനം വരുത്തി വയ്ക്കുന്നത് സഹിക്കാനാകാത്തതായിട്ടുള്ള ആ ദുഃഖം അവർക്ക്, പ്രജകളില്ലാത്തവർക്ക്, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പുത്രൻ, ദുഷിച്ചായിരിക്കുന്ന ഒരു സന്താനം ഉണ്ടായിട്ട് അവൻ ചെയ്യുന്ന സഹിക്കാനാവാത്തതായിട്ടുള്ള ആ വ്യസനങ്ങളെ അവർക്ക് അറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പ്രായേണ അഭ്യർച്ചിതോ ദേവോ യേ പ്രജാഗൃഹമേധിന, പുത്രരില്ലാത്ത ഗൃഹസ്ഥന്മാർ പ്രജകൾക്ക് വേണ്ടിയിട്ട് ദേവന്മാരെ എങ്ങനെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് കദപത്യഭൃതം ദുഃഖം, അവർക്ക് ദുഷിച്ച സന്താനം വരുത്തി വയ്ക്കുന്നതായിരിക്കുന്ന ആ അഭൃശം ദുഃഖം, ആ ദുഃഖത്തെ, സഹിക്കാനാകാത്ത ദുഃഖത്തെ പറ്റിയിട്ട് എന്ന വിന്ദന്തി ദുർഭരം, അവരെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ അപ്രജാഹ, പുത്രരില്ലാത്ത, ഗൃഹമേധിനഃ ഗൃഹസ്ഥർ, ഏ ആരോ, അവരാൽ പ്രായേണ മിക്കവാറും ദേവ ഈശ്വരൻ അഭ്യർച്ചിത ആരാധിക്കപ്പെടുന്നവനാണ്, പെട്ടവനാണ്. അവർ കദപത്യം,
കഥപത്യഭൃതം ദുഷിച്ച സന്താനം വരുത്തിവെക്കുന്നതും ദുർഭരം സഹിക്കാനാകാത്തതുമായിരിക്കുന്ന ദുഃഖം വ്യസനം ന വിന്ദന്തി അറിയുന്നില്ലല്ലോ. എന്നുകൂടി പറയാം. അപ്രജാഹ പുത്രരില്ലാത്ത ഗൃഹമേധിന ഗൃഹസ്ഥന്മാർ ഏ ആരോ അവരാൽ പ്രായേണ മിക്കവാറും ദേവ ഈശ്വരൻ അഭ്യർച്ചിത ആരാധിക്കപ്പെട്ടവനാണ്. ഏ അവർ കഥപത്യഭൃതം ദുഷിച്ച സന്താനം വരുത്തി വയ്ക്കുന്നതും ദുർഭരം സഹിക്കാനാകാത്തതുമായിരിക്കുന്ന ദുഃഖം വ്യസനം ന വിന്ദന്തി അറിയുന്നില്ലല്ലോ. അപ്പോഴത്തെ അന്വയം വന്നിട്ട് അപ്രജാഹ ഗൃഹമേധിന യേ പ്രായേണ ദേവ അഭ്യർച്ചിത യേ കഥപത്യഭൃതം ദുർഭരം ദുഃഖം ന വിന്ദന്തി. എന്നുകൂടി പറയാം. അപ്രജാഹ ഗൃഹമേധിന യേ പ്രായേണ ദേവ അഭ്യർച്ചിത യേ കഥപത്യഭൃതം ദുർഭരം ദുഃഖം ന വിന്ദന്തി. പുത്രരില്ലാത്ത ഗൃഹസ്ഥർ ആരോ അവരാൽ മിക്കവാറും ഈശ്വരൻ ആരാധിക്കപ്പെടുന്നവനാണ്. അവർ ആ ദുഷിച്ച സന്താനം വരുത്തി വയ്ക്കുന്നതായിരിക്കുന്ന ദുഃഖം സഹിക്കാനാവാത്തതായിരിക്കുന്ന ആ വ്യസനത്തെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ പുത്രൻ ഇല്ലാത്ത ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ആൾക്കാർ ഭഗവാനെ ആരാധിക്കുന്നവരാണ്. കാരണം ഒരു ദുഷ്ടനായ പുത്രനുണ്ടായാൽ പിതാവിനുണ്ടാവുന്ന ദുഃഖം അവർ അനുഭവിക്കേണ്ടതില്ലല്ലോ. മനഃശാസ്ത്രപരമായിട്ട് ഒരു നിരാശയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ചിന്ത ആണ് ഇത്. മനുഷ്യർക്ക് ദുഷ്ടപുത്ര നിമിത്തം ദുഷ്കീർത്തി വലുതായ ധർമ്മം സർവരുടെയും ശത്രുത്വം മനോവ്യഥ എന്നിവയെല്ലാം വന്നു ചേരുന്നു എന്നുള്ളത് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വന്നിരിക്കുന്നത് പുത്രനില്ലാത്ത ഗൃഹനാഥന്മാർ ദേവന്മാരെ ആരാധിക്കുന്നു. കാരണം ദുഷ്ടപുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അപുത്രത്തേക്കാൾ ദുഷ്ടപുത്രത്വമാണ് ദുസ്സഹം എന്ന് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദുഃഖിതനായി തീർന്നിരിക്കുന്ന രാജാവ് സാമാന്യമായിട്ട് ആ കുപുത്രനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യ സ്വീകാര്യം ചെയ്തിരിക്കുന്നവരിൽ വെച്ച് പുത്രനില്ലാതെ ഇരിക്കുന്നവർ ജന്മാന്തരത്തിൽ ആ ഈശ്വരാരാധന ചെയ്തവരാണ്. നിശ്ചയിക്കാം. എന്തുകൊണ്ടെന്നാൽ ആ കുൽസിത പുത്രന്മാർ നിമിത്തം ഉണ്ടാകുന്ന ആ അസഹ്യ ദുഃഖം അവർക്ക് അനുഭവിക്കാതെ കഴിയാമല്ലോ. കുൽസിതപുത്രന്മാർ നിമിത്തം ലോകത്തിൽ പിതാക്കന്മാർക്ക് അതിപാപത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്നത് ദുഷ്കീർത്തി അധികരിക്കുന്നു. ആ പുത്രനുള്ള സ്നേഹത്തെ ഉപേക്ഷിപ്പാൻ സാധിക്കാത്തതുകൊണ്ട് മഹത്തായ അധർമ്മം അവരെ ബാധിക്കും ആണ് അതുകൊണ്ടൊക്കെ സൂചിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. അഹോ യേ ജനാഹ അല്ലയോ ഈ ജനങ്ങൾ കുപുത്രജം പുത്രന്മാരില്ലാത്ത ദുഃഖം പുത്രന്മാരില്ലാത്ത കുപുത്രന്മാർ ദുഷ്ടന്മാരായിരിക്കുന്ന കൊണ്ടുള്ള ദുഃഖം ന ജാനന്തി അതറിയാതെ കണ്ട് പുത്രന് വേണ്ടിയിട്ട് ഹരി പൂജിത ഹരിയെ പൂജിക്കുന്നു. അഹോ യേ ജനാഹ അല്ലയോ ഈ ജനങ്ങൾ കുപുത്രജം ദുഃഖം ദുഷിച്ച പുത്രന്മാരുണ്ടാവുന്നതിൽ കൂടിയുള്ള ദുഃഖം ന ജാനന്തി അറിയാതെ ഹരിഹി പൂജിത ഹരിയെ പൂജിക്കുന്നു. അപ്പോൾ അഹോ യേ ജനാഹ കുപുത്രജം ദുഃഖം ന ജാനന്തി ഹരിഹി പൂജിത എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ ചേർന്നിട്ടാണ്. യതഃ പാപീയസി കീർത്തിരധർമ്മശ്ച മഹാൻ നൃണാം യതോ വിരോധ സർവേഷാം യത ആധിരനന്ദകഃ. എന്നുകൂടി ചൊല്ലാം. യതഃ പാപീയസീ കീർത്തിരധർമ്മശ്ച മഹാൻ നൃണാം യതോ വിരോധ സർവേഷാം യത ആധിരനന്ദകഃ. 45-ാമത്തെ ശ്ലോകം കൂടി.
കസ്തം പ്രജാപദേശം വൈ മോഹബന്ധനമാത്മനഃ പണ്ഡിതോ ബഹുമന്യേത യദർത്ഥാഃ ക്ലേശദാ ഗൃഹാഃ. കസ്തം പ്രജാപദേശം വൈ മോഹബന്ധനമാത്മനഃ പണ്ഡിതോ ബഹുമന്യേത യദർത്ഥാഃ ക്ലേശദാ ഗൃഹാഃ. അത് മനുഷ്യർക്ക് ആര് നിമിത്തം ആ ദുഷ്കീർത്തി, അത് ഈ കുപുത്രൻ നിമിത്തം ദുഷ്കീർത്തി വരണമെന്ന് പറയാം. ദുഷ്കീർത്തിയും വലുതായ അധർമ്മവും ആചരിക്കേണ്ടി വരും അങ്ങനെ കുപുത്രന്മാരുണ്ടായ. അങ്ങനെ സർവരുടെയും വിരോധങ്ങൾ വരുത്തി വയ്ക്കും അവർ നിമിത്തം. അങ്ങനെ അവസാനം അന്തമില്ലാത്ത മനോവ്യഥ അനുഭവിക്കേണ്ടതായിട്ട് വരും അവർ നിമിത്തം. അങ്ങനെ ആ ഗൃഹങ്ങൾ വളരെ ക്ലേശതങ്ങളാവും. അവരുടെയൊക്കെ വീടുകളൊക്കെ വളരെ ദുഃഖഭൂയിഷ്ടമാകും. അങ്ങനെയുള്ള ആ പുത്രൻ എന്നുള്ള തൻ്റെ ആ മോഹബന്ധനത്തെ ഏത് വിവേകിയാണ് അതിനെ ബഹുമാനിക്കുക എന്നാണ് ചോദിക്കുന്നത്. അറിയുന്ന ആൾക്കാരൊന്നും ആ ദുഃഖങ്ങളെ ആലോചിച്ചിട്ട് ആ പുത്രനെ കാക്ഷിക്കില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ നമുക്ക് അതിലത്തെ പദങ്ങൾ നോക്കാം. നൃണാം മനുഷ്യർക്ക്, യതഃ ആര് നിമിത്തം, പാപീയസി കീർത്തി ദുഷ്കീർത്തി. യതഃ പാപീയസി കീർത്തിർ അധർമ്മശ്ച മഹാൻ നൃണം മഹത്തായിരിക്കുന്ന അധർമ്മം വന്നു ചേരണു. അതുകൊണ്ട് തന്നെ അവർ കാരണം പാപം ചെയ്തിട്ട് അധർമ്മം ചെയ്യേണ്ടതായിട്ട് വരണു. പാപിയായിട്ട് ദുഷ്കീർത്തി വരണു, അതുപോലെ അധർമ്മം ചെയ്യേണ്ടതായിട്ട് വരണു. യതഃ ആർ നിമിത്തം, അവർ നിമിത്തം പിന്നെ എന്തുണ്ടാവണം, സർവേഷാം എല്ലാവരുടെയും വിരോധ ശത്രുത്വം, എല്ലാവരുടെയും ശത്രുത്വം വരുന്നു. എന്താ പറയുക, ഏതോ വിരോധ സർവേഷാം എല്ലാവരുടെ അടുത്തുനിന്നും വിരോധം ഉണ്ടാവണം. വിരോധ സർവേഷാം സർവരുടെ അടുത്തുനിന്നും വിരോധം ഉണ്ടാവണം. ശത്രുത്വം അവരുടെ അടുത്തുനിന്ന് വിരോധ എന്നുള്ള ശത്രുത്വം വരുന്നു. യതഃ ആർ നിമിത്തം അനന്തക അവസാനമില്ലാത്ത ആദി മനോവ്യഥയും അനുഭവപ്പെടുന്നു. അതാണ് വിരോധ സർവേഷാം യത ആധിരനന്തക ആദി ഒരു അന്തം ഇല്ലാത്തതായിരിക്കുന്ന ഒരു മനോവ്യഥ അനുഭവപ്പെടുന്നുവോ. യദർത്ഥാഹ അങ്ങനെയുള്ള യാതൊരുത്തൻ നിമിത്തം അവർ നിമിത്തം എന്തുണ്ടാവണു, ഗൃഹാഹ ഗൃഹങ്ങൾ, ക്ലേശദാഹ ക്ലേശങ്ങളുണ്ടാകുന്നുവോ, അവർക്ക് ദുഃഖങ്ങളുണ്ടാകുന്നുണ്ട്. ആ ഗൃഹത്തിൽ വലിയ ദുഃഖങ്ങളുണ്ടാവുന്നുണ്ട്. കസ്തം പ്രജാപദേശം വൈ അങ്ങനെയുള്ള ആ പ്രജകൾ ഉണ്ടാവുന്നത് കൊണ്ട് ആ ഗൃഹങ്ങൾ മോഹബന്ധനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് യഥാർത്ഥാഹ ക്ലേശദാ ഗൃഹാഹ വളരെയധികം ദുഃഖങ്ങൾ സഹിക്കുന്നു. അങ്ങനെയുള്ളവരെ പറ്റിയിട്ട് പണ്ഡിതന്മാർ, അങ്ങനെയുള്ള പുത്രന്മാരെ പറ്റിയിട്ട് ഒരു ബഹുമാനവും അവർക്ക് വിദ്വാൻമാർക്ക് ഉണ്ടാവില്ല എന്നറിയാം. അന്തമില്ലാത്ത ആ മനോവ്യഥ അതിർത്തനാൽ ഉണ്ടാവുന്നുവോ, അങ്ങനെ ഗൃഹങ്ങളെ ക്ലേശതങ്ങളാവുന്നുവോ. ആ പുത്രൻ എന്നുള്ള പ്രജാപദേശം, ആ പുത്രൻ എന്നു പേരുള്ള തൻ്റെ ആ മോഹബന്ധനം, ആ വ്യാമോഹബന്ധനത്തെ, പുത്രൻ എന്നുള്ള തൻ്റെ വ്യാമോഹബന്ധനത്തെ പണ്ഡിത ഏത് പണ്ഡിതർ ആണ്, വിവേകിയാണ്, വൈ ബഹുമന്യത മാനിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം പദങ്ങൾ. നൃണാം മനുഷ്യർക്ക്, യതഃ ആർ നിമിത്തം, പാപീയസീ കീർത്തി ദുഷ്കീർത്തിയും, മഹാൻ വലുതായിരിക്കുന്ന അധർമ്മഹച്ച അധർമ്മവും വന്നു ചേരുന്നുവോ. യതഃ ആർ നിമിത്തം, സർവേഷാം സർവരുടെയും, വിരോധ ശത്രുത്വവും വന്നു ചേരുന്നുവോ. യതഃ ആർ നിമിത്തം, അനന്തക അവസാനമില്ലാത്ത ആധി മനോവ്യഥയും അനുഭവപ്പെടുന്നുവോ. യദർത്ഥാഹ യാതൊരുത്തനാൽ നിമിത്തം, ഗൃഹാഹ ഗൃഹങ്ങൾ, ക്ലേശദാഹ ക്ലേശതങ്ങളാകുന്നുവോ. തം ആ പ്രജാപദേശം ആ പുത്രൻ എന്നുള്ള ആത്മനഃ തൻ്റെ മോഹബന്ധനം, തൻ്റെ മോഹബന്ധനം അതായത് വ്യാമോഹബന്ധനത്തെ കഹ ഏത്, പണ്ഡിത വൈ വിവേകിയാണ്, ബഹുമാന്യേത മാനിക്കുക. ഒന്നുകൂടി പറയാൻ പദങ്ങൾ. നൃണാം മനുഷ്യർക്ക്, യതഃ ആർ നിമിത്തം, പാപീയസി കീർത്തി ദുഷ്കീർത്തിയും, മഹാൻ വലുതായ അധർമ്മ അധർമ്മവും
വരുന്നുവോ. യഥ ആർ നിമിത്തം സർവേഷാം സർവരുടെയും വിരോധ ശത്രുത്വവും വരുന്നുവോ. യഥ ആർ നിമിത്തം അനന്തക അവസാനമില്ലാത്ത ആധി മനോവ്യതയും അനുഭവപ്പെടുന്നുവോ. യഥർത്ഥാഹ യാതൊരു തന്നിമിത്തം ഗൃഹാഹ ഗൃഹങ്ങൾ ക്ലേശദാഹ ക്ലേശതങ്ങളാകുന്നുവോ. തം ആ പ്രജാപദേശം പുത്രൻ എന്നുള്ള ആത്മനഃ തൻ്റെ മോഹബന്ധനം വ്യാമോഹബന്ധനത്തെ ഏത് പണ്ഡിത വൈ വിവേകിയാണ് ബഹുമന്യത മാനിക്കുക. അതിൽ അന്വയം വന്നിട്ട് നൃണാം യഥ പാപീയസി മഹാൻ അധർമ്മ യഥ സർവേഷാം വിരോധ യഥ അനന്തക ആധി യഥർത്ഥാഃ ഗൃഹാഃ ക്ലേശദാഃ തം പ്രജാപദേശം ആത്മാനഃ മോഹബന്ധനം കഃ പണ്ഡിതഃ കഃ വൈ ബഹുമന്യേത എന്നുള്ളതാണ് അതിലത്തെ അന്വയം വരിക. ഒന്നുകൂടി പറയാം. നൃണാം യതഃ പാപീയസി കീർത്തി മഹാൻ അധർമ്മഃ ച യതഃ സർവേഷാം വിരോധഃ യതഃ അനന്തകഃ ആധിഃ യഥർത്ഥാഃ ഗൃഹാഃ ക്ലേശദാഃ തം പ്രജാപദേശം ആത്മനഃ മോഹബന്ധനം കഃ പണ്ഡിതഃ കഃ വൈ ബഹുമന്യേത. മനുഷ്യർക്ക് ആര് നിമിത്തം ദുഷ്കീർത്തിയും വലുതായ അധർമ്മവും വരുന്നുവോ, ആർ നിമിത്തം സർവരുടെയും ശത്രുത്വവും വരുന്നുവോ, ആർ നിമിത്തം അവസാനമില്ലാത്ത മനോവ്യഥയും അനുഭവപ്പെടുന്നുവോ, യാതൊരുത്തൻ നിമിത്തം ഗൃഹങ്ങൾ ക്ലേശതങ്ങളാകുന്നുവോ, ആ പുത്രൻ എന്നുള്ള തൻ്റെ വ്യാമോഹ ബന്ധനത്തെ പണ്ഡിതന്മാർ ഏത് വിവേകിയാണ് മാനിക്കുക. അപ്പോൾ ഒരു ദുഷ്ടനായ പുത്രനുണ്ടായാൽ പിതാവിനുണ്ടാവുന്ന ദുഃഖം മനഃശാസ്ത്രപരമായിട്ട് അതിനെ പറയണം. മനുഷ്യർക്ക് ദുഷ്ടപുത്രൻ നിമിത്തം ദുഷ്കീർത്തി, വലുതായ അധർമ്മം, സർവരുടെയും ശത്രുത്വം, മനോവ്യഥ എന്നിവയെല്ലാം വന്നു ചേരുന്നു. അപ്പോൾ കുടുംബജീവിതം തന്നെ ക്ലേശഭൂയിഷ്ടം ആവുകയും ചെയ്യുന്നു. അപ്രകാരം പേരിന് മാത്രം പുത്രൻ എന്ന് പറയാവുന്ന അവനുമായുള്ള ആ മമതാഭാവത്തെ, അങ്ങനെയുള്ള മമതാഭാവത്തെ പിതാവിന് പലവിധം ക്ലേശങ്ങൾക്കും കാരണഭൂതനായിത്തീരുന്ന ആ ദുഷ്ടപുത്രൻ ഒരു കണക്കിന് സൽപുത്രനേക്കാൾ ഉപദ്രവിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് ആറ് നിമിത്തം വലിയ ദുഷ്കീർത്തിയും വലിയ അധർമ്മവും ഉണ്ടാകുന്നു. ആറ് നിമിത്തം സകലരോടും വിരോധവും അവസാനമില്ലാത്ത മാനസിക പീഡകളും അനുഭവിക്കുന്നു. പുത്രൻ എന്നു പേർ മാത്രമുള്ള തൻ്റെ ആ മോഹബന്ധത്തെ ഏത് വിജ്ഞനാണ് ബഹുമാനിക്കുക ചോദിക്കുന്നു. ഇവിടെ വന്നിട്ട് ആ കുൽസിത പുത്രന്മാർ നിമിത്തം ലോകത്തിൽ പിതാക്കന്മാർക്ക് അതിപാപത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്നത് ദുഷ്കീർത്തി അധികരിക്കണു. ആ പുത്രനുള്ള സ്നേഹത്തെ ഉപേക്ഷിപ്പാൻ സാധിക്കാത്തതുകൊണ്ട് മഹത്തായിരിക്കുന്ന അധർമ്മം അവരെ ബാധിക്കുന്നു. അങ്ങനെ സകല ജനങ്ങളോടും വിരോധം സംഭവിക്കുന്നു. തീർത്താൽ തീരാത്തതായിരിക്കുന്ന മനോദുഃഖവും ഉണ്ടാകുന്നു. ഇങ്ങനെ അനർത്ഥാസ്പദമായിരിക്കുന്ന സന്താന ലാഭത്തേക്കാൾ പ്രസവിക്കാതിരിക്കുന്നത് തന്നെ ശ്രേഷ്ഠം. സന്താനം എന്ന പേര് മാത്രമല്ലാതെ പിതൃക്കളുടെ ഋണത്തിൽ നിന്നും മുക്തനാക്കുവാൻ ഈ പുത്രൻ നിമിത്തം സാധിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. നമ്മൾക്ക് വ്യാഖ്യാനത്തിൽ ഏന ദുഷ്ടപുത്രേണ ദുഷ്കീർത്തിർ അധർമ്മോ, ഈ ദുഷ്ടപുത്രന്മാർ നിമിത്തം ദുഷ്കീർത്തിയും അധർമ്മവും വിരോധവും ആധികളും ആധിച്ച മനോവ്യഥകളും ഭവതി വന്നു ചേരണു. പുത്രോ നാം ആത്മനോ, പുത്രൻ എന്നുള്ള പേരുകൊണ്ട് മാത്രം ആ മോഹബന്ധനം, ആ വ്യാമോഹം നിമിത്താഹ ദുഃഖദാഹ, അതുകൊണ്ടുള്ള ക്ലേശങ്ങളും ഗൃഹാഹ ഗൃഹത്തിൽ വന്ന് ഭവിക്കുന്നു. പുത്രൻ ഉണ്ടായോ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ നിമിത്തം അനവധി മോഹബന്ധനങ്ങൾ, വ്യാമോഹങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ ഗൃഹത്തിൽ വന്ന് സംഭവിക്കണമെന്നർത്ഥം. ഏന ദുഷ്ടപുത്രേണ ദുഷ്കീർത്തിരധർമ്മോ, അങ്ങനെ ആ ദുഷ്ടപുത്രന്മാർ നിമിത്തം ദുഷ്കീർത്തി ഉണ്ടാവണു, അധർമ്മി എന്ന പേരുണ്ടാവണു, വിരോധം സമ്പാദിക്കണു, മനോവ്യഥകൾ ഉണ്ടാവണു.
വിരോധ ആധിശ്ച ഭവതി. പുത്രോ നാമാത്മനോ, പുത്രൻ എന്ന പേരുള്ള അവനാൽ മോഹബന്ധനം, വ്യാമോഹബന്ധനം വന്നു ചേരണു, മോഹബന്ധനം വന്നു ചേരണു. യന്നിമിത്തം ദുഃഖദാഹ, അനവധി ക്ലേശങ്ങൾ ഗൃഹത്തിൽ വന്ന് ഭവിക്കുന്നത്. ദുഃഖദാഹ ഗൃഹാഹ ഭവന്തി. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ഏന ദുഷ്ടപുത്രേണ ദുഷ്കീർത്തിരധർമ്മോ വിരോധ ആധിശ്ച ഭവതി. പുത്രോ നാമാത്മനോ മോഹബന്ധനം യന്നിമിത്താഹ ദുഃഖദാഹ ഗൃഹാഹ ഭവന്തി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 46-ാമത്തെ ശ്ലോകം. കദപത്യം വരം മന്യേ സദപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻമർത്യോ യത് ക്ലേശനിവഹാഹ ഗൃഹാഹ. കദപത്യം വരം മന്യേ സദപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻമർത്യോ യത് ക്ലേശനിവഹാഹ ഗൃഹാഹ. അതായത് ആ നല്ല സന്താനത്തേക്കാൾ ആ ദുഷിച്ച സന്താനമാണ് നല്ലതെന്ന് ചിന്തിച്ചു പോകുന്നു. ഈ പുത്രന്മാരില്ലാത്തവർ, ആ ശോകങ്ങളുടെ സ്ഥാനമായിരിക്കുന്ന വീട്ടിൽ നിന്നും മനുഷ്യൻ മടുത്തു പോകുന്നു. അങ്ങനെ എന്തെന്നാൽ ആ വീടുകൾ അത്യന്തം ക്ലേശഭൂയിഷ്ടങ്ങളാകുന്നു. അപ്പോൾ സദപത്യ, നല്ല സന്താനത്തേക്കാൾ കദപത്യ, ദുഷിച്ച സന്താനങ്ങളാണ് കൂടുതൽ നല്ലതെന്ന് മന്യേ ചിന്തിച്ചു പോകുന്നു. ശുചാം, ആ ശോകങ്ങളുടെ സ്ഥാനം ആയിരിക്കുന്ന വീട്ടിൽ നിന്നും മർത്യൻ മടുത്തു പോകുന്നു. കദപത്യം വരം മന്യേ സദപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻമർത്യോ. മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. നിർവിദ്യേത ഗൃഹാൻമർത്യോ യൽ ക്ലേശനിവഹ ഗൃഹ. വീട്ടിൽ നിന്നും ആ മനുഷ്യൻ മടുത്തു പോകുന്നു. ഗൃഹാൻമർത്യോ നിർവിദ്യേത, മടുത്തു പോകുന്നു. യത് ക്ലേശ നിവഹാഹ ഗൃഹാഹ, എന്തെന്നാൽ ആ വീടുകൾ ക്ലേശഭൂയിഷ്ടങ്ങളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സദപത്യാൽ, നല്ല സന്താനത്തേക്കാൾ, കദപത്യം ദുഷിച്ച സന്താനമാണ് വരം കൂടുതൽ നല്ലതെന്ന് മന്യേ ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അവർ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ശുചാം, ശോകങ്ങളുടെ സ്ഥാനമായിരിക്കുന്ന ഗൃഹാത്, വീട്ടിൽ നിന്നും മർത്തിഹ, മനുഷ്യൻ നിർവിദ്യേത, മടുത്തു പോകുന്നു. യത്, എന്തെന്നാൽ ഗൃഹാഹ, അത്തരം വീടുകൾ ക്ലേശനിവഹാഹ, ക്ലേശഭൂയിഷ്ടങ്ങളാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സദപത്യാത് കദപത്യം വരം മന്യേ ശുചാം പദാത് ഗൃഹാത് മർത്യ നിർവിദ്യേത യത് ഗൃഹാഹ ക്ലേശനിവഹാഹ. എന്നുകൂടി പറയാം. സദപത്യാത് കദപത്യം വരം മന്യേ, അങ്ങനെ ചിന്തിച്ചിട്ട് ശുചാം പദാത് ഗൃഹാത് മർത്യ നിർവിദ്യേത യത് ഗൃഹാഹ ക്ലേശനിവഹാഹ. നല്ല സന്താനത്തേക്കാൾ ദുഷിച്ച സന്താനങ്ങളാണ് കൂടുതൽ നല്ലതെന്ന് ചിന്തിച്ചു പോകുന്നു. അങ്ങനെ ശോകങ്ങളുടെ സ്ഥാനമായിരിക്കുന്ന വീട്ടിൽ നിന്നും ആ മർത്യന് മനുഷ്യൻ മടുത്തു പോകുന്നു. എന്തെന്നാൽ ആ ഗൃഹാഹ, ആ ഗൃഹങ്ങൾ എപ്പോഴും ക്ലേശഭൂയിഷ്ടങ്ങളാണ്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാവിന് പലവിധം ക്ലേശങ്ങൾക്കും കാരണഭൂതനായിത്തീരുന്ന ദുഷ്ടപുത്രൻ ഒരു കണക്കിന് സൽപുത്രനേക്കാൾ നല്ലവനാണെന്ന് ചിന്തിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് അടുത്തതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, ശോകസ്ഥാനം ആകും എന്നതിനാൽ സത്പുത്രനേക്കാൾ നീചപുത്രനെ ഞാൻ നല്ലതെന്ന് കരുതുന്നു. എന്തെന്നാൽ ആ ദുഷ്പുത്രൻ നിമിത്തം മനുഷ്യൻ വൈരാഗ്യം പ്രാപിച്ചേക്കാം. ചിലപ്പോൾ ഇങ്ങനെ വല്ലാതെ മനസ്സുമെടുത്തിട്ട് അവർ വൈരാഗ്യത്തിൽ എത്തിപ്പെട്ടേക്കാം. അങ്ങനെ ആ പുത്രനുള്ള ആ ഗൃഹസ്ഥന് ഗൃഹങ്ങൾ ക്ലേശപൂർണ്ണങ്ങളായിത്തീരുന്നു. ഇങ്ങനെ വൈരാഗ്യം വന്നിട്ട് അവന് ഭഗവാനെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു എന്നർത്ഥം. അപ്പോൾ അത് കുറേ കൂടി നല്ലതാണെന്ന്, നല്ല പുത്രന്മാരുണ്ടാവണേക്കാൾ കുറേ കൂടി നല്ലതാണെന്ന് മാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്.
നോക്കാം. സത്പുത്രാൻ ദുഷ്ടപുത്രം ശ്രേഷ്ഠം മന്യ. സത്പുത്രന്മാരെക്കാൾ ദുഷ്ടപുത്രന്മാരാണ് ശ്രേഷ്ഠം എന്ന് മാനിക്കണു. യഥോ മർത്യോ, എന്തുകൊണ്ടാണ്? മർത്യന്മാരുടെ ഗൃഹാത് വൈരാഗ്യം, ഗൃഹത്തിൽ നിന്നും വൈരാഗ്യം പ്രാപ്നോതി. അങ്ങനെയുള്ള പുത്രന്മാരുണ്ടായി കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ നിന്നും വൈരാഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വൈരാഗ്യം വന്നാൽ അവർ ഈശ്വരനോട് കൂടുതലായിട്ട് അടുക്കണം. അപ്പോൾ അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. കഥപത്യം വരം മന്യേ സദപത്യാത് ശുചാം പദാ നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശനിവഹാഹ ഗൃഹാഹ. അപ്പോൾ ഒന്നും കൂടി പറയാം. സത്പുത്രാൻ ദുഷ്ടപുത്രം ശ്രേഷ്ഠം മന്യേ. സത്പുത്രനേക്കാൾ ദുഷ്ടപുത്രനാണ് ശ്രേഷ്ഠം എന്ന് മാനിക്കുന്നു. യഥോ മർത്യോ, അതുകൊണ്ട് മർത്യൻ, എന്തുകൊണ്ടെന്നാൽ ആ മർത്യൻ ഗൃഹത്തിലെ വൈരാഗ്യം പ്രാപ്നോതി, വൈരാഗ്യത്തെ വിരക്തനായിത്തീരണു. കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വന്നു ചേരണു. അപ്പോൾ സത്പുത്രാത് ദുഷ്ടപുത്രം ശ്രേഷ്ഠം മന്യേ യഥോ മർത്യോ ഗൃഹാത് വൈരാഗ്യം പ്രാപ്നോതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വ്യാഖ്യാനമായിട്ട് പറയണത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ. ആ വിരക്തനായിരിക്കുന്ന അങ്ങനെ വിരക്തനായിരിക്കുന്ന നൃപൻ, അങ്ങനെയാണ് ആ രാജാവ്, ആ അംഗമഹാരാജാവ് വേനൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിർവിണ്ണനായിത്തീർന്നത്, വിരക്തനായിത്തീർന്ന അർത്ഥം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉത്ഥായ മഹോദയോദയാത് അലബ്ധനിദ്രോ ഉപലക്ഷിതോ നൃഭിർ ഹിത്വാ ഗതോ വേനസുവം പ്രസുപ്താം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉത്ഥായ മഹോദയോദയാത് അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭിർ ഹിത്വാ ഗതോ വേനസുവം പ്രസുപ്താം. അങ്ങനെ ആ രാജാവ് ഇങ്ങനെ ചിന്തിച്ച് വിരക്തനായി തീർന്നിട്ട് ഉറക്കം വരാതെ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റിട്ട്, അർദ്ധരാത്രിക്ക് ഉത്ഥായ എഴുന്നേറ്റിട്ട് ആ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന രാജധാനിയിൽ നിന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആ വേനൻ്റെ മാതാവിനെയും ഒക്കെ ത്യജിച്ചിട്ട് ആ ജനങ്ങളാൽ കാണപ്പെടാത്തവനായിട്ട്, ആരും കാണാതെ കണ്ട് ആ രാജാവ് അവിടെ നിന്നും രാജകൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാഹ. അങ്ങനെ ആ വിരക്തനായിരിക്കുന്ന രാജാവ് ആ ഗൃഹത്തിൽ നിന്ന് നിശീഥേ രാത്രിയിൽ എഴുന്നേറ്റിട്ട് മഹോദയോദയാത് മറ്റുള്ളവരൊന്നും സമ്പൽ സമൃദ്ധമായിരിക്കണ മഹോദയോദയാൽ ഉള്ള ആ ഗൃഹത്തെയൊക്കെ ആ രാജധാനിയിൽ നിന്നും അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭിർ, ആ ഉറങ്ങിക്കിടന്ന ആ രാജധാനി മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ നിന്നും ഉപലക്ഷിതോ നൃഭിർ, ആ വേനൻ്റെ ആ മാതാവിനെയും ഒക്കെ ത്യജിച്ചു. ഉപലക്ഷിതോ നൃഭിർ ഹിത്വാ ഗതോ വേനസുവം, വേനൻ്റെ മാതാവിനെയും ഒക്കെ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന വേനൻ്റെ മാതാവിനെയും ഒക്കെ ഉപേക്ഷിച്ച് ആരും കാണപ്പെടാത്തവനായിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സഹ നൃപഹ, ആ രാജാവ്, ഏവം ഇങ്ങനെ ചിന്തിച്ച്, നിർവിണ്ണമനാഹ വിരക്തനായിത്തീർന്നിട്ട്, അലബ്ധനിദ്രഹ ഉറക്കം വരാതെ, നിശീഥേ ആ അർദ്ധരാത്രിയിൽ, ഉത്ഥായ എഴുന്നേറ്റിട്ട്, മഹോദയോദയാത് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഗൃഹാത് ആ രാജധാനിയിൽ നിന്ന്, പ്രസുപ്താം ഉറങ്ങിക്കിടന്ന, വേനസുവം വേനൻ്റെ മാതാവിനെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ച്, നൃഭി ജനങ്ങളാൽ അനുപലക്ഷിത കാണപ്പെടാത്തവനായിട്ട്, ഗതഃ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. സനൃപഃ ആ രാജാവ്, ഏവം ഇങ്ങനെ ചിന്തിച്ച്, നിർവിണ്ണമനാഹ വിരക്തനായി തീർന്നിട്ട്, അലബ്ധനിദ്രഹ ഉറക്കം വരാതെ, നിശീഥേ അർദ്ധരാത്രിക്ക്, ഉത്ഥായ എഴുന്നേറ്റിട്ട്, മഹോദയോദയാത് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഗൃഹാത് ആ രാജധാനിയിൽ നിന്നും, പ്രസുപ്താം ഉറങ്ങിക്കിടന്ന ആ വേനസുവം വേനൻ്റെ മാതാവിനെയും ഹിത്വ ത്യജിച്ചിട്ട്, നൃഭിഹി ജനങ്ങളാൽ അനുപലക്ഷിത കാണപ്പെടാത്തവനായിട്ട്, ഗതഃ ഇറങ്ങിപ്പോയി.
അപ്പം അതിൽ തന്വയം വന്നിട്ട് സ നൃപഃ ഏവം നിർവിണ്ണമനാഃ അലബ്ധനിദ്രഃ നിശീഥേ ഉത്ഥായ മഹോദയോദയാത് ഗൃഹാത് പ്രസുപ്താം വേനസുവം ഹിത്വാ നൃഭിഃ അനുപലക്ഷിതേ നൃഭിഃ അനുപലക്ഷിതഃ ഗതഃ. ഒന്നുകൂടി പറയാം. സഹ നൃപഃ ഏവം നിർവിണ്ണമനാഃ അലബ്ധനിദ്രഃ നിശീഥേ ഉത്ഥായ മഹോദയോദയാത് ഗൃഹാത് പ്രസുപ്താം വേനസുവം ഹിത്വാ നൃഭിഃ അനുപലക്ഷിതഃ ഗതഃ. ആ രാജാവ് ഇങ്ങനെ ചിന്തിച്ച് അവിരക്തനായിത്തീർന്ന് ആ ഉറക്കം വരാതെ ആ രാത്രിയിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആ രാജധാനിയിൽ നിന്നും ഉറങ്ങിക്കിടന്ന ആ വേനൻ്റെ മാതാവിനെയും ഉപേക്ഷിച്ച് ജനങ്ങളാൽ കാണപ്പെടാത്തവനായിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ സൽപുത്രൻ ആണെങ്കിൽ അവനിലുള്ള ആസക്തി നിമിത്തം കുടുംബബന്ധം ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ആ മോഹബന്ധനം ഇവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യണം, വൈരാഗ്യം വരികയാണ് ചെയ്യണം ഒരു ദുഷ്ടപുത്രൻ ഉണ്ടാകുമ്പോൾ. സൽപുത്രനാണെങ്കിൽ അവനിലുള്ള ആസക്തി നിമിത്തം കുടുംബബന്ധം ശക്തിപ്പെടുന്നു. അപ്പോൾ ഇവിടെ അത് വരുന്നില്ല, ഇവിടെ വൈരാഗ്യമാണ് വരുന്നത്. അപ്പോൾ ദുഷ്ടപുത്രനായാൽ സഹികെട്ട ഗൃഹസ്ഥ ജീവിതത്തോട് തന്നെ വെറുപ്പ് വരുമല്ലോ. അങ്ങനെയാണ് ഇപ്രകാരം ആണ് വൈരാഗ്യം കൈവരിച്ച് ആ രാജാവ് ഉറക്കം വരാതെ കിടന്ന ആ അംഗരാജാവ് അർദ്ധരാത്രി സമയത്ത് ആരും കാണാതെ ഉറങ്ങുന്ന തൻ്റെ പത്നിയെപ്പോലും ഉപേക്ഷിച്ചിട്ട് ഐശ്വര്യസമ്പൂർണം ആയിരിക്കുന്ന ആ അംഗരാജാവ് ആ സമയത്ത് ആരും കാണാതെ ഉറങ്ങുന്ന തൻ്റെ പത്നിയെപ്പോലും ഉപേക്ഷിച്ച് ഐശ്വര്യസമ്പൂർണമായ ആ രാജധാനി വിട്ടിറങ്ങി എന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവിരക്തചിത്തനായി തീർന്ന രാജാവ് ആ അർദ്ധരാത്രിയിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് ആരും കാണാതെ ഉറങ്ങിക്കിടന്നിരുന്ന ആ വേനമാതാവിനെയും ഉപേക്ഷിച്ചിട്ട് എവിടേക്കോ പോയി. അപ്പോൾ പുത്രൻ എന്നുള്ള ആ മമതയെ ഉപേക്ഷിക്കുവാനും പ്രയാസം ആണ്. അറിവുള്ള ഏതൊരുവനും എങ്കിലും ഈ വിധമുള്ള പുത്രനെ ബഹുമാനിക്കുമോ? ഇങ്ങനെയുള്ള പുത്രനെ ബഹുമാനിക്കുമെന്ന്. കുപുത്രൻ നിമിത്തമുള്ള ദുഃഖം ഏറ്റവും അസഹ്യം, അഥവാ സംസാരം തന്നെ ക്ലേശസ്തപദമാകയാൽ കുപുത്ര ലാഭം സത്പുത്ര ലാഭത്തേക്കാൾ ശ്രേഷ്ഠതരം ആണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ സൽപുത്രനാകുമ്പോൾ അവനിലുള്ള സ്നേഹാതിശയം നിമിത്തം ഈ സംസാരത്തെ വിട്ടുപോകാൻ മനസ്സ് വരികയില്ല. അപ്പോൾ മോഹബന്ധനത്തിൽ പെടുന്നു. സംസാര ആസക്തി പരമ്പരയാ ജന്മമരണാദികൾക്ക് കാരണമാകുന്നു. അങ്ങനെ സുപുത്രലാഭം വിരക്തിക്ക് കാരണം അല്ലാത്തതിനാൽ ഒരു സുപുത്ര നിമിത്തം സംസാരം അവസാനിക്കുകയില്ല. കുപുത്രനായാലോ അങ്ങനെയല്ല. അവൻ നിമിത്തമുള്ള ദുഃഖം അത്യന്ത അസഹ്യമായി വരുമ്പോൾ ആ സംസാരത്തെ വിട്ടുപോകാൻ മനസ്സ് വരണം. അങ്ങനെ അതോടുകൂടിയിട്ട് വിരക്തിക്ക് ഉറപ്പും വരും. അങ്ങനെ ആ ക്രമത്തിൽ ആ മുക്തനാകുവാൻ സാധിക്കും. അതിനാൽ സൽപുത്ര ലാഭത്തേക്കാൾ ശ്രേഷ്ഠം ദുഷ്പുത്ര ലാഭം തന്നെ എന്നിങ്ങനെ ആലോചിച്ച ആ രാജാവ് ഗൃഹസ്ഥാശ്രമത്തിൽ കേവലം വെറുപ്പോടുകൂടി ഇരുന്നതിനാൽ നിദ്രാസുഖം പോലും ഇല്ലാതെയായി. ഒരു നാൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദൃഢമായി ഉറങ്ങിക്കിടക്കുന്ന ആ വേനമാതാവിനെയും ഉപേക്ഷിച്ച് പരിചാരകന്മാർ ആരും അറിയാത്ത വിധത്തിൽ ആ സകല സമൃദ്ധികളുള്ള ആ രാജധാനിയെയും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയി എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നത് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏവം നൃപഃ ഇപ്രകാരം ആ രാജാവ് ഖിന്നഃ വളരെയധികം ഖിന്നനായിട്ട് ഖേദിച്ചവനായിട്ട് മധ്യരാത്രിയെ അർദ്ധരാത്രിയിൽ ഉത്ഥായ എഴുന്നേറ്റിട്ട് സ്വഭാര്യാം ത്യക്ത്വാ സ്വഭാര്യയെ പോലും ത്യജിച്ചിട്ട് ഗൃഹാൻ പലായിത ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി. ഏവം നൃപഃ ഖിന്നഃ ഇപ്രകാരം ആ രാജാവ് ഖിന്നനായിട്ട് ഖേദിച്ചവനായിട്ട് മധ്യരാത്രിയെ അർദ്ധരാത്രിയിൽ ഉത്ഥായ എഴുന്നേറ്റിട്ട് സ്വഭാര്യാം ത്യക്ത്വാ സ്വഭാര്യയെ പോലും ഉപേക്ഷിച്ചിട്ട് ഗൃഹാത് പലായിത ഗൃഹത്തിൽ നിന്നും പോയി.
അപ്പോഴത്തെ വ്യാഖ്യാനം വന്നിട്ട് ഏവം നൃപഃ ഖിന്നഃ സൻ മധ്യരാത്രേ ഉത്ഥായ സ്വഭാര്യാം ത്യക്ത്വാ ഗൃഹാത് പലായിതഃ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 48 ശ്ലോകം. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാഃ പുരോഹിതാമാത്യ സുഹൃദ്ഗണാദയഃ വിജിക്യുരുവ്യാം അതിശോകകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിനഃ. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാഃ പുരോഹിതാമാത്യ സുഹൃദ്ഗണാദയഃ വിജിക്യുരുവ്യാം അതിശോകകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിനഃ. അങ്ങനെ രാജാവ് വിരക്തനായിട്ട് ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞിട്ട് വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാഃ അറിഞ്ഞിട്ട് ആ പ്രജാഃ പുരോഹിത അമാത്യ സുഹൃത് പ്രജകളും പുരോഹിതന്മാരും അമാത്യന്മാരും മന്ത്രിമാരും സുഹൃത്തുക്കളും എല്ലാം പുരോഹിതന്മാർ മന്ത്രിമാർ ബന്ധുമിത്രങ്ങൾ എല്ലാവരും പുരോഹിതാമാത്യ സുഹൃദ്ഗണാദയ വിജിക്യുരുവ്യാം അവരെല്ലാവരും അതിശോകകാതര അത്യന്തം ദുഃഖമുള്ളവരായിട്ട് തീർന്നു, ദുഃഖപരവശരായി തീർന്നിട്ട് കുയോഗിനഃ ആ കപടയോഗികൾ പുരുഷം യഥാ ബ്രഹ്മത്തെ എന്ന പോലെ പുരുഷം കുയോഗിന കപടയോഗികളെ ബ്രഹ്മത്തെ എന്ന പോലെ ഉർവ്യാം ആ ഭൂമിയിലെല്ലാം അവരെ അന്വേഷിച്ചു. ആ രാജാവിനെ അന്വേഷിച്ച് നടന്നു വളരെയധികം ദുഃഖിച്ചിട്ട്. നിഗൂഢം പുരുഷം യഥാ കപടഃ കുയോഗിനഃ കപടയോഗികൾ ആ നിഗൂഢം പുരുഷം യഥാ ബ്രഹ്മത്തെ എന്ന പോലെ ആ ഭൂമിയിൽ ആ രാജാവിനെ അന്വേഷിച്ച് നടന്നു എന്നർത്ഥം. വിചിക്യുർ ഉർവ്യാം അതിശോകകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിനഃ. ഇപ്പോഴത്തെ പദങ്ങൾ പതിം രാജാവ്, നിർവിദ്യ വിരക്തനായിട്ട്, ഗതം ഇറങ്ങിപ്പോയെന്ന്, വിജ്ഞായ അറിഞ്ഞിട്ട്, പ്രജാഹ ആ പുരോഹിത അമാത്യ സുഹൃത്ത് ഗണാദയോ പ്രജകൾ പുരോഹിതന്മാർ മന്ത്രിമാർ ബന്ധുമിത്രങ്ങൾ എന്നിവരെല്ലാം അതിശോകകാതരാഹ അത്യന്തം ദുഃഖിച്ച് പരവശരായിട്ട്, കുയോഗിനഃ കപടയോഗികൾ, നിഗൂഢം പുരുഷം യഥാ ആ ബ്രഹ്മത്തെ എന്ന പോലെ, ഉർവ്യാം അദ്ദേഹത്തിനെ ഭൂമിയിലെല്ലാം വിചിക്യുഹു അന്വേഷിച്ചു. എന്നുകൂടി പറയാം. പതിം ആ രാജാവ് നിർവിദ്യ വിരക്തനായിട്ട്, ഗതം ഇറങ്ങിപ്പോയെന്ന്, വിജ്ഞായ അറിഞ്ഞ്, പ്രജാഹ പുരോഹിത ആമാത്യ സുഹൃത് ഗണാദയ പ്രജകൾ പുരോഹിതന്മാർ മന്ത്രിമാർ ബന്ധുമിത്രങ്ങൾ എന്നിവരെല്ലാം അതിശോകകാതരാഹ അത്യന്തം ദുഃഖിച്ച് പരവശരായിട്ട്, കുയോഗിനഃ കപടയോഗികൾ, നിഗൂഢം പുരുഷം യഥാ ബ്രഹ്മത്തെ എന്ന പോലെ, ഉർവ്യാം അദ്ദേഹത്തെ ഭൂമിയിലെല്ലാം വിചിക്യുഹു അന്വേഷിച്ചു. അത് തന്വയം വന്നിട്ട് പതിം നിർവിദ്യഗതം വിജ്ഞായ പ്രജാ അമാത്യ പുരോഹിത സുഹൃത് ഗണാദയഃ അതിശോകകാതരാഃ കുയോഗിനഃ നിഗൂഢം പുരുഷം യഥാ ഉർവ്യാം വിജിക്യുഹു. എന്നുകൂടി പറയാം. പതിം നിർവിദ്യഗതം വിജ്ഞായ പ്രജാ പുരോഹിത അമാത്യ സുഹൃത് ഗണാദയഃ അതിശോകകാതരാഃ കുയോഗിനാ നിഗൂഢം പുരുഷം യഥാ ഉർവ്യാം വിചക്യുഹു. രാജാവ് വിരക്തനായിട്ട് ആ ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞിട്ട് ആ പ്രജകൾ, പുരോഹിതന്മാർ, മന്ത്രിമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം തന്നെ അത്യന്തം ദുഃഖിച്ച് പരവശരായിട്ട്, ആ കപടയോഗികൾ ആ ബ്രഹ്മത്തെ എന്ന പോലെ ആ ഭൂമിയിലെല്ലാം അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ആ അംഗരാജാവ് വൈരാഗ്യം വന്നിട്ട് ആ രാജധാനിയിൽ നിന്നും യാത്രയായി ആ വിവരമറിഞ്ഞ പ്രജകളും പുരോഹിതന്മാരും മന്ത്രിമാരും സുഹൃത്തുക്കളും മറ്റും അത്യന്തം ശോകത്തോടെ അദ്ദേഹത്തെ തിരഞ്ഞ് പുറപ്പെട്ടു. പക്വതയില്ലാത്ത യോഗികൾക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിയാത്തതുപോലെ അവർക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ സാരം. അപ്പോൾ പ്രജകളും പുരോഹിതന്മാരും മന്ത്രിമാരും സുഹൃത്തുക്കളും എല്ലാം തങ്ങളുടെ ആ നാഥൻ വിരക്തനായിട്ട് കൊട്ടാരം വിട്ടു പോയത് അറിഞ്ഞിട്ട് ശോകാധിക്യത്താൽ പരവശരായിട്ട്, പരിഭാഗം സിദ്ധിക്കാത്ത യോഗികൾ ഭഗവാനെ എന്ന പോലെ
അദ്ദേഹത്തെ ഭൂമിയിലെല്ലാം അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഇവിടെ പറയണത് ആചാര്യന്മാരെ, മന്ത്രിമാരെ, സുഹൃത്തുക്കളെ മുതലായിട്ടുള്ള ആ പ്രജകൾ രാജാവ് വിരക്തനായിട്ട് രാജ്യം വിട്ടു പോയതായിട്ട് അറിഞ്ഞപ്പോൾ അതിദുഃഖിതന്മാരായിട്ട് ഭവിച്ചു. അങ്ങനെ അശക്തധീനന്മാരായിട്ടുള്ള യോഗികൾ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവിനെ ബാഹ്യലോകത്തിൽ തിരയുന്നത് പോലെ ഭൂമിയിൽ പലയിടത്തും ആ രാജാവിനെ കണ്ടുപിടിക്കുവാനായിട്ട് അന്വേഷണം ചെയ്തു ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം നമുക്ക്. പ്രാതഃ പിന്നീട് പുരോഹിതാമാത്യ സുഹൃദ് ഗണാദേഹ പുരോഹിതന്മാർ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ, പ്രജകൾ എല്ലാം അന്വേഷണം ചക്രുഹു രാജാവിനെ അന്വേഷിച്ചിട്ട് ഭൂമിയിൽ പോയി എന്നേ പറയുള്ളൂ. പ്രാതഃ പുരോഹിതാമാത്യ സുഹൃദ് ഗണാദേഹ രാവിലെ ഇവരെല്ലാവരും ഭഗവാനെ രാജാവിനെ അന്വേഷിച്ചിട്ട് ചക്രുഹു നടന്നു ഭൂമിയിൽ. പ്രാതഃ പുരോഹിതാമാത്യ സുഹൃദ് ഗണാദേഹ അന്വേഷണം ചക്രുഹു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 49-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. അപ്പോൾ അങ്കൻ്റെ പിന്നീടുള്ള ചരിത്രങ്ങൾ ഭാഗവത്തിലില്ല, എന്നാൽ വാമന പുരാണത്തിലുണ്ട്. അദ്ദേഹം വനത്തിൽ ചെന്ന് കഠിനമായ തപസ് ചെയ്ത് ധർമ്മം കൊണ്ട് പൃഥിവികളെ അതിക്രമിച്ചിട്ട് പുനരാവൃത്തിരഹിതമായിരിക്കുന്ന പരമപദം പൂകി എന്ന്. സദൃഷ്ട്വാ പുത്രവദനം ക്ഷുതോ രാജം വനം യയൗ തത്ര കൃത്വാ തപോഘോരം ധർമ്മേണാവൃത്യ രോദസി പ്രാപ്തവാം തത് പരം ധാമ പുനരാവൃത്തി ദുർലഭം. വാമന പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്ന അലക്ഷയന്തഃ പദവീം പ്രജാപതേർ ഹതോദ്യമാഹ പ്രത്യുപസൃത്യത്തെ പുരീം ഋഷീൻ സമേതാൻ അഭിവന്ദ്യ സാശ്രവോ യവേദയൻ പൗരവ ഭർതൃ വിപ്ലവം. അലക്ഷയന്ത പദവീം പ്രജാപതേർ ഹിതോദ്യമാഹ പ്രത്യുപസൃത്യത്തെ പുരീം ഋഷീൻ സമേതാൻ അഭിവന്ദ്യ സാശ്രവോ ന്യവേദയൻ പൗരവ ഭർതൃവിപ്ലവം. അപ്പോൾ അല്ലയോ പൂർവവംശജ, വിതുരനോട് പറയുകയാണ്, രാജാവിൻ്റെ ആ സ്ഥലം കണ്ടെത്താതെ, രാജാവ് എവിടെ ഇരിക്കണമെന്ന് കണ്ടെത്താതെ, അലക്ഷയന്ത വിഫലം ആയിട്ടുള്ള പരിശ്രമത്തോടു കൂടിയിരിക്കുന്ന ഇവരൊക്കെ പറഞ്ഞ മന്ത്രിമാർ, സുഹൃത്തുക്കൾ, പ്രജകൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ നഗരിയിലേക്ക് തന്നെ മടങ്ങി വന്നു. നഗരിയും പുരിയും പ്രത്യുപസൃത്യ മടങ്ങി വന്നിട്ട് അവിടെ വന്നെത്തിയിരിക്കുന്ന മഹാഋഷിമാരെ വന്ദിച്ചിട്ട് കണ്ണീരോടെ ആ രാജാവിൻ്റെ തിരോധാനത്തെ പറ്റിയിട്ട് അവരെ അറിയിച്ചു. സാശ്രവ ഭർതൃവിപ്ലവം, രാജാവിൻ്റെ തിരോധാനത്തെ പറ്റിയിട്ട് അറിയിച്ചു. അതാണ് അലക്ഷയന്ത, കാണാതെ പദവീം പ്രജാപതേർ ഹതോദ്യമാഹ, പ്രജകളെല്ലാം അവരുടെ പരിശ്രമം ഉപേക്ഷിച്ചിട്ട് മടങ്ങി വന്നിട്ട് പ്രത്യുപസൃത്യത്തെ പുരിയും, ആ പുരിയിലേക്ക് മടങ്ങി വന്നിട്ട്, രാജധാനിയിലേക്ക് മടങ്ങി വന്നിട്ട് ഋഷീൻ സമേതാൻ അഭിവന്ദ്യ, അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരെയൊക്കെ അഭിവാദനം ചെയ്തിട്ട് പറഞ്ഞു, ന്യവേദയൻ പൗരവ ഭർതൃവിപ്ലവം, രാജാവിൻ്റെ തിരോധാനത്തെ പറ്റിയിട്ട് കണ്ണീരോട് കൂടിയിട്ട്, സാശ്രവ കണ്ണീരോട് കൂടിയിട്ട് ന്യവേദയൻ അതിനെ പറ്റിയിട്ട് അറിയിച്ചു. ഇപ്പോഴത്തെ പദങ്ങൾ ഹേ പൗരവ, അലയോ പൂരുവംശജ, പ്രജാപതേഹേ ആ രാജാവിൻ്റെ പദവിയും സ്ഥലം, അലക്ഷയന്ത കണ്ടെത്താതെ, ഹതോദ്യമാഹ വിഫലമായ പരിശ്രമത്തോടു കൂടിയ, തേ അവർ, പുരീം നഗരിയിലേക്ക് പ്രത്യുപസൃത്യ മടങ്ങി വന്നിട്ട്, സമേതാൻ അവിടെ വന്നെത്തിയ ഋഷീൻ മഹർഷിമാരെ അഭിവന്ദ്യ വന്ദിച്ച്, സാശ്രവ കണ്ണീരോടെ, ഭർതൃവിപ്ലവം രാജാവിൻ്റെ തിരോധാനത്തെപ്പറ്റി നിവേദയൻ അറിയിച്ചു. എന്നുകൂടി പറയാം. ഹേ പൗരവ, അലയോ പൂരുവംശജ, പ്രജാപതേഹേ രാജാവിൻ്റെ പദവിയും സ്ഥലം, അലക്ഷയന്ത കണ്ടെത്താതെ, ഹതോദ്യമാഹ വിഫലമായിരിക്കുന്ന പരിശ്രമത്തോടു കൂടിയ, തേ അവർ, പുരീം നഗരിയിലേക്ക്
പ്രത്യുപസൃത്യ മടങ്ങി വന്നിട്ട് സമേതാൻ അവിടെ വന്നെത്തിയ ഋഷീൻ ആ മഹർഷിമാരെ അഭിവന്ദ്യ വന്ദിച്ച് സാശ്രവ കണ്ണീരോടെ ഭർത്തൃവിപ്ലവം രാജാവിൻ്റെ തിരോധാനത്തെപ്പറ്റി നവേദയൻ അറിയിച്ചു. പദത്തെ അന്വയം വന്നിട്ട് ഹേ പൗരവ പ്രജാപതേഹ പദവിം അലക്ഷയന്തഃ ഹതോദ്യമാഃ തേ പുരീം പ്രത്യുപസൃത്യ സമേതാൻ ഋഷീൻ അഭിവന്ദ്യ സാശ്രവ ഭർത്തൃവിപ്ലവം ന്യവേദയൻ. എന്നുകൂടി പറയാം. ഹേ പൗരവ പ്രജാപതേഹ പദവീം അലക്ഷയന്തഃ ഹതോദ്യമാഃ തേ പുരീം പ്രത്യുപസൃത്യ സമേതാൻ ഋഷീൻ അഭിവന്ദ്യ സാശ്രവ ഭർത്തൃവിപ്ലവം ന്യവേദയൻ. അതെയോ പൂർവവംശജ, രാജാവിൻ്റെ ആ സ്ഥലം കണ്ടെത്താതെ വിഫലമായ പരിശ്രമത്തോടു കൂടിയിരിക്കുന്ന അവർ ആ നഗരിയിലേക്ക് മടങ്ങി വന്നിട്ട് അവിടെ വന്നെത്തിയ ആ ഋഷിമാരെ വന്ദിച്ചിട്ട് കണ്ണീരോടെ ആ രാജാവിൻ്റെ തിരോധാനത്തെപ്പറ്റി അറിയിച്ചു. അവർ അങ്ങനെ തിരഞ്ഞിട്ട് കണ്ടെത്തിയില്ല. അവർ ആ രാജധാനിയിലേക്ക് മടങ്ങി അവിടെ സമ്മേളിച്ചിരുന്ന ഋഷിവര്യന്മാരോട് കണ്ണീർ തൂകിക്കൊണ്ട് രാജാവിൻ്റെ അഭാവത്തെ പറ്റിയിട്ട് അറിയിച്ചു. അവർ ആ തങ്ങളുടെ നാഥൻ്റെ മാർഗമറിയാതെ വെറുതെ ശ്രമിച്ച് നഗരത്തിലേക്ക് തന്നെ മടങ്ങി ഭഗവത് ലീലകളുടെ ആ പരസ്പര കഥനത്തിന് ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഋഷികളുടെ സമീപം ചെന്ന് വന്ദിച്ച് കണ്ണീരൊഴുക്കി ആ നാഥനെ കാണാതായിരിക്കുന്ന വാർത്ത അറിയിച്ചു. അല്ലയോ വിതുര, രാജാവ് പോയിരിക്കുന്ന ആ മാർഗത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കാത്തതിനാൽ പരിശ്രമം നിഷ്ഫലമായി ഭവിച്ചപ്പോൾ ആ മന്ത്രികൾ മുതലായിട്ടുള്ള ആ പ്രജകൾ മടങ്ങി രാജ്യത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെ രാജ്യരക്ഷ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ട് സംഘം ചേർന്നിരിക്കുന്ന ആ മഹർഷിമാരുടെ സമീപത്തിൽ ചെന്നിട്ട് കണ്ണീരോട് കൂടിയിട്ട് നമസ്കരിച്ച ശേഷം രാജാവിനെ എങ്ങും കണ്ടുകിട്ടിയിട്ടില്ലെന്നുള്ള ആ വിവരം ഉണർത്തിച്ചു. ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. തതസ്തമലബ്ധ്വാ പുരീം ഗത്വാ രുദന്തോ രാജ്ഞോ പ്രാപ്തിം ഋഷിഭ്യോ ന്യവേദയൻ. തതസ്തമലബ്ധ്വാ അങ്ങനെ പോയിട്ടുള്ള അവർ ആ രാജാവിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ, അലബ്ധ്വ കിട്ടാതെ, ലക്ഷ്യം കിട്ടാതെ പ്രാപിക്കാതെ, പുരീം ഗത്വ പുരിയിലേക്ക് നഗരത്തിലേക്ക് മടങ്ങി, ഗത്വ രുദന്തോ കണ്ണുനീരണിഞ്ഞ് രാജ്ഞോ അപ്രാപ്തി രാജാവിൻ്റെ അപ്രാപ്തിയെക്കുറിച്ച് ഋഷിമാരോട് നിവേദയൻ ഋഷിമാരെ അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തതസ്തം അലബ്ധ്വ പുരീം ഗത്വ അങ്ങനെ ആ രാജാവിനെ കിട്ടാതെ പുരീം ഗത്വ രാജധാനിയിലേക്ക് തിരിച്ചു വന്ന അവർ രുദന്തോ കരഞ്ഞുകൊണ്ട് രാജ്ഞോ പ്രാപ്തി ഋഷിഭ്യോ രാജാവിനെ കിട്ടാത്തതിനെ പറ്റി ഋഷിമാരോട് ഋഷിഭ്യോ നിവേദയൻ എന്നുള്ളതാണ് അതിൽ ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വ്യാഖ്യാനം? തതസ്തം അലബ്ധ്വാ പുരീം ഗത്വാ രുദന്തോ രാജ്ഞോ പ്രാപ്തി ഋഷിഭ്യോ നിവേദയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അല്ലെ ത്രയോദശോധ്യായ. ഇതിനെ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ത്രയോദശോധ്യായ. ഇത് 49 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.